മുഖ്യമന്ത്രി മേപ്പാടിയിലെ നിംസ് ആശുപത്രിയിൽ എത്തിയിരിക്കുകയാണ്. ഇന്നലെ രാവിലെ 11 മണിയോടുകൂടിയാണ് വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായത്. ഈ മണ്ണിടിച്ചിലിൽ ഇനിയും 5 പേരെ കണ്ടെത്താനുണ്ടെന്നാണ് നിഗമനം. ഇപ്പോഴും തിരച്ചിൽ അവിടെ തുടരുകയാണ്. മുഖ്യമന്ത്രി അവിടെ സ്ഥലത്തെത്തി ദുരന്ത പ്രദേശം സന്ദർശിച്ചു. ഇപ്പോൾ മേപ്പാടി നിംസ് ആശുപത്രിയിലെത്തി അദ്ദേഹം കാര്യങ്ങൾ ചോദിച്ചറിയുന്നതാണ് നമ്മൾ കണ്ടത്. വിവരങ്ങളുമായി സന്തോഷ് കൂടി ചേരുന്നുണ്ട്. സന്തോഷ്, ഇപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇപ്പോൾ ദുരന്ത സ്ഥലത്തെത്തി അവിടെ സന്ദർശിക്കുകയുണ്ടായി. ഇപ്പോൾ മേപ്പാടി നിംസ് ആശുപത്രിയിൽ അദ്ദേഹം എത്തി അവിടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നത് നമ്മൾ കണ്ടതാണ്. ഇനിയും 5 പേരെ നിലവിൽ കണ്ടെത്താനുണ്ട്. അവർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. നിലവിൽ അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? അവന്തിക, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇപ്പോൾ മേപ്പാടിയിലെ ഡോക്ടർ മോപ്പൻസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത്. ഇവിടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകളെ സന്ദർശിക്കുന്നതിനായാണ് മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. നിലവിൽ 7 പേരാണ് ഈ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. അതിൽ 3 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ചികിത്സയിൽ കഴിയുന്നത്. 4 പേർ വാർഡുകളിലും ചികിത്സയിൽ കഴിയുകയാണ്. ഇപ്പോൾ വാർഡിൽ കഴിയുന്നവരെ കാണുന്നതിനായാണ് മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത്. വയനാട്ടിലേക്ക് ഈ ദുരന്തബാധിത പ്രദേശത്ത് എത്തിയ മുഖ്യമന്ത്രി ആദ്യം കള്ളാടിയിലെ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്താണ് പോയത്. അവിടെ പോയി ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതിന് ശേഷം പിന്നീട് മേപ്പാടി പോളിടെക്നിക് കോളേജിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് പോയത്. അവിടെ നിന്നാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നും ഇനി കലക്ടറേറ്റിലേക്ക് പോവുകയും കലക്ടറേറ്റിൽ അവലോകന യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടാകും. ദൗത്യം ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതിൻ്റെ പുരോഗതി എന്താണ് എന്നതിനെ സംബന്ധിച്ചെല്ലാമുള്ള വിശദീകരണം ഈ വാർത്താ സമ്മേളനത്തിൽ വെച്ച് മുഖ്യമന്ത്രി നടത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം തന്നെ ഈ കാണാതെ ആയ 5 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. അവരിപ്പോഴും കാണാമറയത്ത് തന്നെയാണ് ഉള്ളത്. ഇന്നലെ മുതൽ ആരംഭിച്ച തിരച്ചിൽ ഇന്ന് വൈകുന്നേരം ഈ സമയം വരെ പൂർത്തിയാകുന്നത് വരെയും ഇന്ന് മറ്റാരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ 5 പേർ ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ളതാണ്, മണ്ണിനടിയിലുണ്ട് എന്നുള്ളത് തന്നെയാണ് നേരത്തെ നടത്തിയിട്ടുള്ള പരിശോധനയിൽ ദൗത്യസംഘം നടത്തിയിട്ടുള്ള വിശദമായിട്ടുള്ള പരിശോധനയിൽ പ്രദേശവാസികൾ ആരും തന്നെ ഇല്ല എന്നുള്ളതും ഇവർ ഇവിടെ ഉണ്ട്, കിടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഇതുവരെയും വൈകുന്നേരം വരെ നടത്തിയിട്ടുള്ള തിരച്ചിലിലും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തിരച്ചിൽ ഇപ്പോഴും തുടരുക തന്നെയാണ്. ഇപ്പോൾ വി.ഡി. സതീശൻ ഈ ആശുപത്രിയിലെ സന്ദർശനം പൂർത്തിയാക്കി ഇവിടെ നിന്നും മടങ്ങുകയാണ്. അദ്ദേഹം കലക്ടറേറ്റിലെ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് അവിടേക്ക് പോകുന്നത്. അതിനുശേഷം മാധ്യമപ്രവർത്തകരെ കണ്ട് ഈ കാര്യങ്ങൾ വിശദീകരിക്കും. സന്തോഷ്, നിലവിൽ അവിടെ നിന്നുള്ള, അതായത് ഈ 5 പേരെ ഇന്നലെ മുതൽ ഉള്ള തെരച്ചിലാണ്. അവിടെ ഇന്നലെ മുതൽ ശക്തമായ മഴയൊക്കെയുണ്ട്. ഇനി എങ്ങനെയാണ് രക്ഷാദൗത്യം, ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നിലവിൽ? തീർച്ചയായും ഇപ്പോഴും അവിടെ തിരച്ചിൽ തുടരുന്ന സാഹചര്യം തന്നെയാണുള്ളത്. പക്ഷേ അവിടെ മഴ, ഇപ്പോൾ ഇന്ന് ശക്തമായ മഴ, റെഡ് അലേർട്ടായിരുന്നു, ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തിരച്ചിൽ പലപ്പോഴും മന്ദഗതിയിലാണ് മുന്നോട്ട് പോകുന്നത്. മഴ പലപ്പോഴും തടസ്സപ്പെടുത്തുന്നുണ്ട്. ഏതായാലും അവിടെ JCBയും അണ്ണുമാന്തി യന്ത്രങ്ങൾ മണ്ണ് മാറ്റിക്കൊണ്ട് റോഡിലെ മണ്ണും പാലത്തിലെ മണ്ണുമെല്ലാം നീക്കം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇരുഭാഗത്തുമായി അടിഞ്ഞിട്ടുള്ള മണ്ണ് നീക്കം ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല, പൂർണ്ണമായും നീക്കം ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇതുവരെ മണ്ണ് നീക്കുന്ന ദൗത്യം ഇന്ന് വൈകുന്നേരത്തോടെ പൂർത്തീകരിക്കും എന്നായിരുന്നു രാവിലെ അറിയിച്ചിരുന്നത്. പക്ഷേ ഇന്ന് വൈകുന്നേരം അത് പൂർത്തിയായിട്ടില്ല. അതിനെതിരെ ചില വിമർശനങ്ങൾ ഉൾപ്പെടെ നേരത്തെ CPMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ വിമർശനങ്ങൾ ഉൾപ്പെടെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഈ ദ്രുതഗതിയിൽ തന്നെ ഈ തിരച്ചിൽ പൂർത്തിയാക്കണം, മണ്ണുമാറ്റുന്ന പ്രവൃത്തി പൂർത്തിയാക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും നാളെയും ഈ ദൗത്യം തുടരും എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ശരി, ലതീഷാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവിടെ ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിക്കാനായി മേപ്പാടി ആശുപത്രിയിലെത്തി അവിടെ ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിച്ച് മടങ്ങുകയാണ്.